ഇന്ന് ദയവായി ഞങ്ങളോട് സംസാരിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാല് ദയവായി ഈ എൻവയറമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം മണ്ണിനോട് ചേർന്ന് താമസിക്കുക, കൃഷി ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി മണ്ണും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റി ഞങ്ങളോട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം മാമിനോട്. ഞാൻ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുകളുടെ വായന ധർത്തിമ എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പൊ മദർ എർത്ത് അതിന് മുമ്പ് അധികമില്ല. പിന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയൊക്കെ ഉള്ള ചർച്ചയൊക്കെ വരുന്നതിന് ഒത്തിരി മുമ്പേ, ഓൾമോസ്റ്റ് 35 years ബാക്ക് ഞാൻ ഈ വില്ലേജിലായിരുന്നപ്പം ഇങ്ങനെ ഓരോന്ന്, അന്നൊന്നും അവിടെ കെമിക്കൽസും ഒന്നും കയറിയിട്ടില്ല. പ്യുവർലി ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിങ് അവർ ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അതെങ്ങനെയാന്ന് ദൈവം എന്നോട് ഞാൻ കോൺവെന്റിലായിരുന്നപ്പോ എന്റെ മിസ്ട്രസ് പറഞ്ഞിട്ടുണ്ട്, യു ആർ എ ഹെഡ് ഓഫ് ടൈം. ഇനി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അന്ന് ഇവരോട് ഓരോ കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ച് ഞാൻ എല്ലാ കൂട്ടവും തെരുവ് നാടകത്തിൽ കൂടെ ചെയ്യുന്നു. അപ്പൊ ഈ ഇല്ലിറ്ററേറ്റ് ആളുകൾ ഇവരൊന്നിച്ചു കൂടി ചിലപ്പോ കഥ പറയും. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞ ഒരു ദിവസം ഞാന് ഒരു കഥ പറഞ്ഞു, ധർത്തിമാക്കോ ബുഖാർ ഹേ, അതായിരുന്നു കഥയുടെ ടൈറ്റിൽ. എന്നിട്ട് അത് വെച്ചൊരു നാടകം പോലെ ചെയ്തു, മദർ എർത്ത് സിക്ക്. അപ്പം ഇവരുടെ ഭാഷയിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന പോലെ ഈ മദർ എർത്ത് സിക്ക്, നോർമലി ആരും സിക്കായാൽ ഇവരുടെ ലോക്കൽ പണ്ടാന്ന് പറയും, അവരുടെ ലോക്കൽ വൈദ്യനെ ആദ്യം പോയി കാണും. ഒന്നും പറ്റിയാലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ഡോക്ടർ, അങ്ങനെ ഓരോരുത്തർ. നേരം അവര് പറഞ്ഞു ധർത്തിമായി സുപരിശിക്ക. അപ്പൊ ഈ എന്റർടൈൻമെന്റ് ആളുകളെയൊക്കെ കൊണ്ടുവന്ന്, അപ്പൊ സിനിമ, നാടകം, ഇതൊക്കെ. അന്നേരം ധർത്തിമ എല്ലാരും ഓടിച്ചിട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവസാനം ഈ ഒരു പണ്ട വന്ന് ആ പണ്ട ഇങ്ങനെ പ്രാർത്ഥിച്ച് തലമുടിയെല്ലാം അഴിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പറയും, ഈ മദർ എർത്തിനെ ഹീൽ ചെയ്യാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, ഗോ ബാക്ക് ടു നേച്ചർ, धरती में वापस जाओ, प्रकृति से जुड़ जाओ, ഇങ്ങനെ പറയും. അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ദൂരെ പോകുന്നു, ഭൂമി വാമാകുന്നു. അപ്പം ഒരേ ഒരു കൂട്ട ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ, വി ഹാവ് ടു ഗോ ബാക്ക് ടു നേച്ചർ, ബാക്ക് ടു മദർ എർത്ത്. അപ്പൊ അങ്ങനെ പറഞ്ഞ നാടകം അവസാനിച്ചു. അത് കഴിഞ്ഞിച്ച് പിന്നെ ഞാൻ ഓർക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ ചർച്ച വന്നപ്പോ ഞാൻ ഓർക്ക് how far I was much before this subject is being talked about. പിന്നെ ഞാൻ വാസ്തവത്തില് ഇവരുടെ കൂടെ ആയിരുന്നപ്പോ ഞാൻ കൂലിപ്പണി ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. എന്റെ ഫാദർ മരിക്കുന്ന 1995. അപ്പൊ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് 16 വയസ്സ് ഉള്ളപ്പോ ഇറങ്ങിച്ച വീട്ടിൽ നിന്നൊന്നും പൈസയൊന്നും ചോദിക്കുന്നില്ല. ഐ വാസ് മാനേജിങ് മൈസെൽഫ്. അപ്പം പപ്പായ്ക്ക് എപ്പോഴും സങ്കടമായിരുന്നു, മെസ്സിക്കൊന്നും കൊടുത്തില്ല, അവൾ എന്നോടൊന്നും മേടിച്ചിട്ടില്ല. അപ്പം 5 ദിവസം എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഫ്യൂണറലൊക്കെ കഴിഞ്ഞപ്പോ അവര് മീറ്റിംഗ് കൂടെ എന്റെ അങ്കിളും ഒരു ബ്രദറും കൂടെ കുറച്ച് പൈസ കൊണ്ടുവന്ന് എനിക്ക് തന്നു. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ എല്ലാം കൊണ്ട് ഇവരെ പോലെയായി, ബട്ട് ഐ ഡിഡ്ന്റ് ബിക്കം എ ഫാർമർ. ഞാൻ ഇവരുടെ കൂടെ നിന്നപ്പോ ഞാൻ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവര് ഫാർമർ എന്ന് പറഞ്ഞാല് അവർക്കൊരുമാതിരി ഫീൽ ചെയ്യാം മഴ വരുന്നുണ്ടെങ്കില്, മഴ വരാനിരിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓർക്കും ഐ ഡിഡ്ന്റ് ബിക്കം എ ഫാർമർ, ഞാൻ ഇവരുടെ കൂടെ പണി ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇനി വേറൊന്നും ചെയ്യുന്നുണ്ട്, ഐ ബിക്കം എ ഫാർമർ. അങ്ങനെ ഞാൻ എല്ലാ പണിയും ഞാൻ സ്വന്തമായിട്ട്, പക്ഷെ എനിക്ക് ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ആ ഫാം ലാൻഡിനെ റിയലി വെരി ആർട്ടിസ്റ്റിക് വേ ഐ ഹാവ് മെയ്ഡ്. പക്ഷെ ഞാൻ ഈ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതേസമയം ഉള്ളതെല്ലാം നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത എല്ലാം ഗിവ് ബാക്ക് ടു നേച്ചർ. അങ്ങനെയാണ്. അപ്പൊ ഒരു അമ്മയെ പോലെയാണ്. പിന്നെ അവിടെ എന്റെ അവിടെ അല്ലെങ്കിലും വേറൊരു ട്രൈബുണ്ട്, അവര് പ്ലവിങ് പോലും ചെയ്യാറ്. ബിക്കോസ് ദേ സേ മദർ എർത്തിന്റെ ചെസ്റ്റിൽ കൂടെ യു ആർ ഹേർട്ടിങ് them, no? Hurting the mother.
സോ അവര് പ്ലവ് പോലും ചെയ്യല. അവര് ചുമ്മാ വിത്തൊക്കെ ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി വെച്ച് വിതയ്ക്കും. അതല്ലെങ്കിൽ ഈ കാട്ടുകിഴങ്ങൊക്കെ കൈകൊണ്ട് ഇങ്ങനെ മാന്തി മാന്തി പറിച്ചിട്ട് പുഴുങ്ങി തിന്നും. അങ്ങനെയൊക്കെ ഉള്ളു. അവര് പ്ലവ് ചെയ്യല. അപ്പൊ അത്രയും ഒരു ബന്ധം അവർക്ക് ഈ നേച്ചറിനോടുണ്ട്. വാസ്തവത്തിൽ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ കൂടുതൽ പഠിച്ചത്. പിന്നെ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, ഫോറസ്റ്റിലേക്ക് നോക്കിയാലും എല്ലാ തരം മരങ്ങളും ഒന്നിച്ച് ജീവിക്കുന്നു. ആരും ആർക്കും ഒരു ഡേഞ്ചർ അല്ലാത്ത പോലെ. വാസ്തവത്തിൽ മനുഷ്യന്റെ എക്സിസ്റ്റൻസ് അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ കൃഷി തുടങ്ങുന്നതും ഒരു മദർ ചിൽഡ്രൻ ഫീലിംഗ് ഉണ്ട് എർത്തിനോട്. ഓക്കെ ഓക്കെ. അപ്പം മാം ഇപ്പം ഇതിപ്പം ഭയങ്കര റെലവെന്റ് ആയിരിക്കുമോ മാം ഈ ചെയ്യുന്ന ഈ സസ്റ്റൈനബിൾ മഡ് ഹൗസും ഈ കാര്യങ്ങളൊക്കെ? അപ്പൊ മാം എന്തോ പറയുന്നത്, എന്തോ ഇനിയത്തെ ആൾക്കാരെ കൊടുക്കാനുള്ള മെസ്സേജ് എന്തോ, എങ്ങനെയാ നമ്മൾ ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ നമ്മൾ ഞാൻ പറയുന്നത്, ഇന്ന് നമ്മളിപ്പോ ഈ പോകുന്ന പോലെ പോവാണ്, വി ആർ ഗോയിങ് ടു വെരി വെരി ബിഗ് ഡേഞ്ചർ. അതെനിക്ക് കൂടുതൽ റിയലൈസ് ചെയ്ത് ഈ കൊറോണ തുടങ്ങിയപ്പം, ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞപ്പം, എനിക്ക് റേഡിയോ ന്യൂസ് പേപ്പർ ഒന്നുമില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സൊക്കെ ഫോൺ വിളിച്ച് ഓരോ ന്യൂസും തരുമായിരുന്നു. ഈ പിന്നെ ചന്ദ്രനെ മൂണിനെ ഒക്കെ കാണാറായി, ഓസോൺ ലെയർ ക്ലിയർ ആയി വരുന്നൊക്കെ. അപ്പോൾ ഹൗ മച്ച് വി ആർ പൊല്യൂട്ടിങ് ദ എർത്ത് ആൻഡ് ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ കഴിയുന്നത് മിനിമൈസ് അവർ നീഡ്സ്. ഇതെല്ലാം ഈ അമിതമായ ആഗ്രഹത്തിൽ നിന്നല്ലേ വരുന്നത്. ഇനിയും വേണം, ഇനിയും കൂടുതൽ കംഫർട്ട് വേണം. ഒരു കേരളത്തിലെ തന്നെ സിറ്റുവേഷൻ, എത്രമാത്രം വീടുകളാ ചുമ്മാ ഒരുമാതിരി സ്റ്റേറ്റ് സിമ്പിൾ പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുക. ആരും ആ വീടുകളിൽ താമസിക്കുന്നില്ല. ഇതിനൊക്കെ എന്തുമാത്രം എനർജീസ് യൂസ് ചെയ്യുന്നു. അതിൽ കറണ്ട്, പിന്നെ അത് മെയിൻ്റെനൻസ്, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പൊ നമ്മൾ ഈ നീടും പിന്നെ അത്യാഗ്രഹവും ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. നീഡ്, ഞാനതാ പറയാനത്, മിനിമൈസ് അവർ നീഡ്സ് ആൻഡ് ഗോ മോർ ആൻഡ് ക്ലോസ് ടു നേച്ചർ. കഴിയുന്നതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്തിട്ട്, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത്, അതിന് പകരം സോ മെനി തിങ്സ് വി ക്യാൻ യൂസ്. മാമിന്റെ ഇതിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ചേഞ്ചസ് വരുത്തണ്ട? ഇപ്പൊ നമ്മള് ഇഷ്ടിക വെച്ചൊക്കെയുള്ള വീട് വെക്കുന്നു, അതിന് പകരം നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ എന്തൊക്കെ എങ്ങനെയായിരിക്കും ആൾക്കാർ മിനിമൈസ് ആകണ്ടേ എന്ന് വെച്ചാല് എങ്ങനെ എന്തൊക്കെ ആയിരിക്കും നമ്മള് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുത്തണ്ടെന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു. കഴിയുന്നത് അവോയ്ഡ്. ഞാനിപ്പോ കാസർഗോഡ് വന്നപ്പോ ഞാൻ ഓർക്കും, അവിടെ അധികം വെട്ടുകല്ലുണ്ട്. ലോക്കൽ റിസോഴ്സ് അതാണ്. ഞാൻ മണ്ണുകൊണ്ടാണ് മറ്റുള്ളിടത്തെങ്കിൽ ഇവിടെ അങ്ങനെ പറ്റുകയില്ലെങ്കിൽ ഐ തിങ്ക് വെട്ടുകല്ല് കൊണ്ടുള്ള വീട് അത് ലോക്കൽ സാധനമാണ്. അതിനധികം ചെലവ് വരികയല്ല. അത് കട്ട് ചെയ്തു, ജോയിൻ ചെയ്തു, ഫിനിഷ്ഡ്. ഇറ്റ്സ് നോട്ട് ഈ ഇഷ്ടികയും പ്ലാസ്റ്ററും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി കൂടെ ഹീറ്റ് ചെയ്യാണ്. ഇതിനകത്ത് ക്രോസ് വെന്റിലേഷൻ ഉണ്ടാക്കിയാൽ ഇറ്റ്സ് റിയലി ഗുഡ്. എവിടെയാണേലും നമ്മൾ ലോക്കൽ സാധനം ഉപയോഗിക്കാന്ന്. ഭക്ഷണമാണേലും ലോക്കലി അവൈലബിൾ ആൻഡ് സീസണലി അവൈലബിൾ. കേരളത്തിൽ ഈ ആപ്പിള് വാങ്ങിച്ചു കഴിക്കാൻ, ഐ നെവർ ഈറ്റ് ആപ്പിൾ ഇൻ ഇന്ത്യ. യൂറോപ്പിലും അമേരിക്കയിലും ഈ മരത്തെ നിന്നൊക്കെ വീണ് കിടക്കുന്നൊക്കെ പെറുക്കി തിന്നുമായിരുന്നു. ബട്ട് in India I have never eaten apple. I had a tree. What is the reason? Because it is coming from our outside. It is not seasonal. It is not local. പിന്നെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതുമെല്ലാം അത് അതിനെ പ്രിസർവ് ചെയ്യാൻ they may use many things, chemicals and. ഓക്കെ, മാം പറയുന്നത് നമ്മൾ ലോക്കൽ ഫുഡ്, ലോക്കലായിട്ടുള്ള ആപ്പിളൊക്കെ നമ്മുടെ സാധനങ്ങളല്ല, അപ്പൊ നമ്മൾ ലോക്കലായിട്ടുള്ള ഫുഡ് കഴിക്കണം. അതാണ് ഒരു കാര്യം. ബെസ്റ്റ് ഫോർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ആൻഡ് ഹൗസസ്, നമ്മൾ വീടൊക്കെ വെട്ടുകല്ലിന്റെ ഒക്കെ ആണേലും ലോക്കൽ മെറ്റീരിയൽസ് കഴിയുന്നത് ഉപയോഗിക്കാം. ഓക്കെ. മാമിനോട് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഷൈൻ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, ദയാഭായിയുടെ അമ്മയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇന്ന് മദേഴ്സ് ഡേ അല്ലേ, അതുകൊണ്ട്
എന്റെ മമ്മ ഒത്തിരി ഹാർഡ് വർക്കിംഗും ആയിരുന്നു. പിന്നെ മമ്മയുടെ ഒരു പ്രത്യേക ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കുക, കൊടുക്കുക. ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വന്നാലും അവർക്ക് തേടി പിടിച്ച് എന്തെങ്കിലും എന്നെ പറ്റി ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയപ്പം ഭോപ്പാലിൽ നിന്ന് ആളുകൾ അവിടെ ചെന്നപ്പം മമ്മ ബെസ്റ്റ് സ്വീറ്റ്സ് അവലോസ് ഉണ്ടാകും ഇത് വീട്ടിലുണ്ടാക്കി വെച്ചൊക്കെ കൊടുക്കും. മമ്മ വെരി മച്ച് ഗിവിങ് പേഴ്സൺ ആയിരുന്നു. പിന്നെ വേറെ ഒന്ന്, ഞാനും എന്റെ ബ്രദർ, ഞങ്ങൾ ആദ്യത്തെ കുട്ടികൾ ട്വിൻസ് ആയിരുന്നു. ഞങ്ങളൊരു 7 മാസം പോലും ആകുന്നതിന് മുമ്പേ ഉണ്ടായി. എന്റെ ബ്രദറാണ് ആദ്യം ഉണ്ടായത്. ഹി സീം ടു ഹാവ് ടു ബി എ ബ്ലൂ ബേബി. ഹി വാസ് നോട്ട് ബ്രീത്തിങ്, നോട്ട് ക്രൈങ്. ഞാൻ മമ്മയുടെ അനിയത്തിമാരും അമ്മച്ചിയും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മമ്മ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുത്തു. ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പോ ഇതൊക്കെ നേഴ്സിംഗ് പഠിക്കുന്നതാ, മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്. നമ്മ അന്നത്തെ 9ാം ക്ലാസ് പഠിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ഈ കുട്ടിയെ എടുത്ത് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് പഠിച്ചു. ഇത് എവിടെ നിന്ന് പഠിച്ചു? സൊള്ളി ഫ്രം മറ്റേണൽ ഇൻസ്റ്റിങ്. അതായത് ഒത്തിരി നമ്മളെ ഒരു ലൈവ് പേഴ്സൺ ആണേലേ ഇതൊക്കെ വരുള്ളൂ. അങ്ങനെ ചെയ്യാനൊന്നും തോന്നുക തന്നെ. നഴ്സിംഗ് ഒന്നും പഠിക്കാത്ത ഒരാള്. അപ്പോൾ എന്റെ ബ്രദർ ബ്രീത്ത് ചെയ്തു, ഹി സർവൈവ്. പിന്നെ ഒത്തിരി ഡെയറിങ് ആയിരുന്നു. കാരണം അമ്മ കല്യാണം കഴിച്ച് വന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പപ്പ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പോകുന്നോണ്ട് വീട്ടിൽ നിന്ന് എപ്പം വേണേലും ഗ്രാൻഡ് ഫാദർ ഇറക്കി വിടുമെന്ന് പേടിയുണ്ട്. വീട്ടിലൊന്നും വരികയില്ല, നിൽക്കുകയില്ല. അപ്പം മമ്മയുടെ മെറ്റേണൽ അങ്കിളാണ് പിന്നെ പെണ്ണിനെ കണ്ടുപിടിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ പപ്പ പറയുമായിരുന്നു എപ്പോ വേണേലും വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ കൂടെ പൊതു നിരത്താണേലും പോകാൻ തയ്യാറുള്ള പെണ്ണുമതി, സ്ത്രീധനവും വേണ്ട, ഒന്നും വേണ്ട. അന്നങ്ങനെ പറഞ്ഞാണ് എന്റെ മമ്മയുടെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ആയതും. മമ്മ ഒത്തിരി ഡെയറിങ് ആയിരുന്നു പാമ്പിനെ കൊല്ലാൻ. എന്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മ ഒരു പാമ്പിനെ കൊന്നപ്പോ ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. ഒരു ചെറുപ്പമുള്ള ഒരു പെണ്ണായിക്കൊണ്ടേ ഒരു ഡെയറിങ് ആൻഡ് ബ്രേവ് അതുണ്ടായിരുന്നു. എന്തും ഫേസ് ചെയ്യുന്ന ഒരു സ്വഭാവം അമ്മമ്മയുടെ ഫാമിലിയിലുള്ളതാ. ഓക്കെ, താങ്ക് യു മാം. എന്നിട്ട് മാം ഇനി എനിക്ക് ലാസ്റ്റ് ഇനി ഒരു 5 minutes ഇതിനകത്ത് ബാക്കിയുള്ളൂ. അപ്പൊ മാം എന്നോട് പറഞ്ഞായിരുന്നു ഇനി കുറച്ച് ഡ്രീം പ്രോജക്ട്സ് ഒക്കെ ബാക്കിയുണ്ട് ഇനിയും ചെയ്യാൻ. പാലിയേറ്റീവ് കെയറും പിന്നെ പ്രകൃതിയോട് സ്നേഹിക്കുന്ന മനുഷ്യരോട് ജീവിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടോ, അങ്ങനെ ഒരു ആശയം മാമിനുണ്ടെന്ന്. അതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പൊ അതിനകത്ത് ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പൊ മാം അതിനെപ്പറ്റി ഒരു 4 minutes സംസാരിച്ചത്. വാസ്തവത്തില് 2018 ഞാൻ ആദ്യം കാസർഗോഡിൽ എൻഡോസൾഫാൻകാർക്ക് വേണ്ടിയിട്ട് വന്നു. അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നേ ഒരു സമരത്തിന് പോകാനാണ് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നൊന്ന് കാണട്ടെ. അപ്പം കാസർഗോഡ് പോയി ആദ്യം ഒരു ഡേ കെയർ സെന്റർ കണ്ടു. ഈ മെന്റലി ആൻഡ് കുറച്ചൊക്കെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള പിള്ളേരെന്ന് നമുക്ക് പറയാം. പക്ഷെ 18, 20 ഒക്കെ വയസ്സുള്ളവരുണ്ട് അതിൽ. അവരിവിടെ വന്ന് ഇരിക്കും, കളിക്കും, ചിരിക്കും. ഒരു ഭക്ഷണം കഴിഞ്ഞ് 4 മണിയാകുമ്പോ അവര് വീട്ടിൽ പോകും. അത് അവരുടെ അമ്മമാർക്ക് ജോലിക്ക് പോകാം, ഇവര് വീട്ടിൽ നിന്ന് അവർക്ക് ഫ്രീഡം ഇല്ല. അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞിച്ച് ഒരിടത്ത് പോയി, ഒരറിവുണ്ടായിരുന്ന ഒരിടത്ത് പോയി അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ കുട്ടികളുണ്ട്. കാരണം എന്റെ മനസ്സ് പറഞ്ഞു ഇവർക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, അവരുടെ പൊട്ടൻഷ്യൽസ് വളരണം. ഷുഡ് ബിക്കം ആസ് മച്ച് ആസ് പോസിബിൾ ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇവിടെ ചെന്ന് ചോദിച്ചു ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് വല്ല തെറപ്പിയൊക്കെ കൊടുക്കാൻ സാധിക്കും. അവർ 2 ഓപ്ഷൻ തന്നു. വി വിൽ ഗിവ് യു പേഴ്സണൽ, ഒന്നെങ്കിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളാണ് മോണിറ്റർ ചെയ്യുക, ഞങ്ങളുടെ ബോർഡും കൂടെ വെക്കണം. അവര് വണ്ടിയും തന്നു. നമ്മളിപ്പോ ബോർഡ് വെക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാക്സിമം ഹെൽപ്പ് കിട്ടും. ഇവിടെ പൈസയിലൊന്നുമില്ല. ഇവിടെ വല്ലവരും ഒക്കെ കൊടുക്കുന്ന അരിയൊക്കെ വെച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എങ്ങനെയും തീരുമ്പോ ആരോടെങ്കിലും ചോദിക്കും, കിട്ടും. അപ്പൊ അവര് തന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞ് ഈ കുട്ടികൾ മാത്രമല്ല, അറിഞ്ഞറിഞ്ഞ് അടുത്ത ഒരുപാട് കുട്ടികള് അമ്മയും കൂടെ വരും തെറപ്പിക്ക്. ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ കൊടുത്ത് ഫിസിയോതെറപ്പി, സ്പീച്ച് തെറപ്പി, ഓക്യുപേഷണൽ തെറപ്പി, സ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒത്തിരി കൊടുത്ത് എന്തുമാത്രം മാറ്റം ഉണ്ടെന്നോ. ചിലപ്പം ഫോണിൽ ചില അമ്മമാര് വിളിച്ചു പറയും, അമ്മ ഇന്ന് എന്റെ കുട്ടി സംസാരിച്ചു. 10-12 വയസ്സുള്ളതാ, ഒരു വാക്കെങ്കിലും പറയാം. അവർക്ക് എന്ത് സന്തോഷ. അതുപോലെ
കാല് നിലത്ത് തൊടാതിരുന്ന് തെറപ്പി കിട്ടിക്കഴിഞ്ഞ് 8-10 വയസ്സയച്ച് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കാണുമ്പോ അപ്പം എന്നെ ആരെല്ലാം എവിടെയെല്ലാം ടോക്കിന് വിളിക്കും, ഞാൻ അവരോട് പറയുന്നത് നിങ്ങളൊരു സെന്റർ തുടങ്ങുക. ഇവിടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ ഡിസ്ട്രിക്റ്റ് മുഴുവൻ സ്പ്രെഡ് ആയിട്ട് ഒരു 10 സെന്ററിന്റെ എങ്കിലും ആവശ്യമുണ്ട്. ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ഈ കേരളത്തിൽ വന്നപ്പോൾ മുതൽ NSSനുള്ള ക്ലാസ് അവാർഡ് ഞാൻ വേറെ കൂട്ടി വെച്ചിരുന്നു. ഇത് ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഫിക്സ്ഡ് ഇട്ടിരുന്ന ഈ കൊറോണ ആയപ്പോ എനിക്ക് അവാർഡുകൾ 4-5 അനൗൺസ് ചെയ്ത പോലും കിട്ടിയില്ല. പിന്നെ NSS കോളേജ് സ്കൂള് ടോക്കൊന്നുമില്ല. വില്ലേജിൽ തന്നെ കഴിഞ്ഞു. എന്റെ വീടും ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അത് നന്നാക്കാൻ ചെലവായി. ഇപ്പം പൈസ ഇല്ലാതെ വന്നു. കഴിഞ്ഞ തവണ ഒരു ഫ്രണ്ടിനോട് 50,000 കടവും മേടിച്ചോണ്ടാണ്. വേറൊരാളും 10 അങ്ങനെ ഒരു 70-80,000 രൂപ കടവും മേടിച്ചുകൊണ്ടാണ് ഞാനിപ്പം വന്ന് പറഞ്ഞു. പക്ഷെ വിമൻസ് ഡേ വന്നപ്പം കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊക്കെ ബാക്കും ചെയ്തു. പക്ഷെ ഇപ്പം എന്നിട്ട് ബാങ്കിൽ പോയി ഞാനത് ഫിക്സ്ഡ് ആയിട്ടിട്ടിരുന്ന് പൊട്ടിക്കണമെന്ന് ഓർത്ത് അവര് പറഞ്ഞു മാഡം അത് അവിടെ കിടന്നോട്ടെ. പിന്നെ അവസാനം അത് ക്ലോസ് ചെയ്ത് ഇൻട്രസ്റ്റ് എടുത്തു. കുറച്ച് കടം വീട്ടാനും കുറച്ച് ചെലവിനും. ഇവിടെ ഒത്തിരി യാത്രയുണ്ട്, ഓട്ടോയിലും ബസ്സിലും നടന്നൊക്കെ. സോ കാസർഗോഡ് ടേക്സ് എ ലോട്ട് ഓഫ് മണി ആൻഡ് ടൈം. അപ്പൊ അതൊക്കെ ചെയ്ത് ഇപ്പൊ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക വേറൊരു സെന്റർ ഇതുപോലെ ഒരെണ്ണം തുടങ്ങുക. ഇത് സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുത്ത വീടെങ്കിലും ഉണ്ടായിരുന്നു അവിടെ. ബാക്കി കൂട്ടങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. എനിക്ക് സ്ഥലവും വീട് ഇപ്പൊ റെന്റിനെടുത്തോണ്ട് തുടങ്ങാനായിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡിസൈഡ് ചെയ്യും വാങ്ങിക്കണോ വേണ്ട എന്ന്. ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് കർണാടക ബോർഡറിലേക്ക് വരും. പക്ഷെ കേരളത്തിലുള്ള ഒരു പഞ്ചായത്ത് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഒരു NGO ഉണ്ടാക്കാൻ തുടങ്ങും. ഇതുവരെ ഞാൻ ഫണ്ട് മേടിക്കുകയോ NGO ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഐ വാസ് മാനേജിങ് മൈ ഓൺ. ഇനിയിപ്പം ബഹ്റൈനിൽ ഒരു കൂട്ടർ ഒരു അവാർഡിന് എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സെന്റർ തുടങ്ങി ഞാൻ വരാം. അവരെ തുടങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ അവാർഡിന് പോയി. അപ്പൊ ഇനി 1 മിനിറ്റേ ഉള്ളു പറയാൻ. അപ്പൊ മാം 1 മിനിറ്റിലൊന്ന് പറയാക്കി എന്താ സഹായമായിരിക്കും മാം ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കും ഇങ്ങനെ ഇപ്പൊ ഞാന് ഒരു സെന്റർ എങ്കിലും ഇപ്പം തുടങ്ങുന്നത്. അതിനകത്ത് വേരിയസ് തിങ്സ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ്. അപ്പം ഒരു വീടുണ്ട്, അത് നന്നാക്കണം, ക്ലീനപ്പ് ചെയ്യണം. പിന്നെ കിച്ചൺ യൂട്ടൻസിൽ, ചെയർസ്, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഭക്ഷണത്തിന് ലോക്കൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. ബട്ട് വി നീഡ് സ്റ്റിൽ. പിന്നെ ഈ തെറപ്പിക്കുള്ള ഇവരെ കിട്ടാണ് ഒരു വണ്ടി, അങ്ങനെ മെനി തിങ്സ്. പിന്നെ അമ്മമാരെ വിളിച്ച് എനിക്കൊരു അവരെ പല ജോലി പഠിക്കും. സോപ്പ് മേക്കിംഗ്, കാൻഡിൽ മേക്കിംഗ്, ടൈലറിംഗ് എന്ന് പറഞ്ഞാല് ചില സിമ്പിൾ തിങ്സ് ഉണ്ടാക്കുന്ന അതൊക്കെ. അങ്ങനെ പലതും ആലോചിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു മാം. അപ്പൊ ഈ ടൈം ഇതിന്റെ കഴിയാണ്. അപ്പം മാം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും.